ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ഞാച്ചസ് വെയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് മിൽക്ക് ഷേക്ക് തയ്യാറാക്കിയാലോ. ബൂസ്റ്റ് മിൽക്ക് ഷേക്ക് 2 മിനിറ്റ് പോലും വേണ്ട ഇത് തയ്യാറാക്കാൻ. അടിപൊളി ടേസ്റ്റാണ്. നല്ല തണുപ്പിച്ച് നമുക്കിത് കുടിച്ചു നോക്കണം. സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ അതിനുവേണ്ടി ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാർ എടുക്കുക. അതിലോട്ട് നമുക്ക് ആവശ്യമുള്ള പാൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 2 ഗ്ലാസ്സോളം പാലൊന്ന് തണുപ്പിച്ച് കട്ട പിടിച്ച് ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് വേണ്ടത് ഒരു പഴമാണ്. ഇതുപോലത്തെ ചെറുപഴം എടുക്കുക. അപ്പോൾ രസതല്ലി പഴം എടുക്കുക. പിന്നെ പാളയംകുളം പുളിപ്പുള്ള പഴം എടുക്കരുത്, അത് ഇതിന് അത്ര നന്നായിരിക്കില്ല. അപ്പോൾ ഇതുപോലെ ഒരു പഴമാണ് ഞാൻ ചേർത്തിരിക്കുന്നത് 2 ഗ്ലാസ് പാലിന്. അത് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് ബൂസ്റ്റ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ബൂസ്റ്റ് ഒരു 2 ടേബിൾ സ്പൂൺ ബൂസ്റ്റാണ് വേണ്ടത്. ഇപ്പോൾ വലിയ സ്പൂണായിട്ട് ഒരെണ്ണം ചേർത്ത് കൊടുത്തതേ ഉള്ളൂ. എന്നിട്ട് നമുക്ക് ഇനി വേണ്ടത് മധുരമാണ്. മധുരത്തിന് ഞാൻ കുറച്ച് ഈത്തപ്പഴമാണ് ചേർത്ത് കൊടുക്കുന്നത്. താല്പര്യം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഞാൻ കുറച്ച് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈത്തപ്പഴം കുറച്ച് അളവിൽ ചേർത്തിട്ട് എന്നാലേ നല്ല മധുരം കിട്ടുള്ളൂ. ഇപ്പോൾ നല്ല മധുരവും തണുപ്പുമാണ് നമ്മുടെ ഈ ബൂസ്റ്റ് മിൽക്ക് ഷേക്കിന് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇതൊക്കെ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയതാണ്. നമുക്കത് ബാങ്ക് വിളിക്കുന്നതിന് കുറച്ച് മുന്നേ നമുക്കിത് തയ്യാറാക്കിയാൽ മതിയാകും. നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. അപ്പോൾ ഞാൻ കുറച്ച് ബൂസ്റ്റ് കൂടി ഇതിൻ്റെ മുകളിലോട്ട് ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കുടിക്കാൻ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റിലൂടെ ഒന്ന് അറിയിച്ചേക്കുക. അപ്പോൾ ഇതുപോലത്തെ ചെറിയ ചെറിയ വീഡിയോസൊക്കെ ഞാൻ ഒത്തിരി ഇട്ടിട്ടുണ്ട്. കാണാൻ താല്പര്യമുള്ളവരൊന്ന് കണ്ടു നോക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.